ഞാൻ ഇന്ന് വീണ്ടും ഒരു വഴുതനങ്ങ അല്ല കേട്ടോ, പടവലങ്ങ. ഈ ഇങ്ങ ഉള്ള സാധനങ്ങളൊക്കെ മാറി പോവേ. അപ്പം പടവലങ്ങയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തോരനാണ് ഉണ്ടാക്കിയത്. അപ്പം ഇനിയൊരു വേറൊരു ഡിഷാവാന്ന് കരുതി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പടവലങ്ങ തീയലാണ്. അപ്പം അതിലേക്ക് ആദ്യം വേണ്ടത് നമുക്ക് തേങ്ങയും അതിലുള്ള സാധനങ്ങളൊക്കെ വറുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് 1 കപ്പ് മതിയായിരിക്കും. ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്ത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, കരിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി അത് വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ചൂടിലിട്ട് വേണം, തീയിലിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും തേങ്ങ ആയതുകൊണ്ട്. അതുപോലെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പടവലങ്ങ റെഡിയാക്കാം. പടവലങ്ങ കഴുകി വൃത്തിയാക്കി ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിലരിയുക. ഉള്ളിയും അരിഞ്ഞു മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതൊന്ന് വഴന്ന് കുറച്ച് കരിവേപ്പില അതൊന്ന് കുറച്ച് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പിട്ട് യോജിപ്പിച്ച് അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇടാവുന്നതാണ്. അപ്പം ഇത് കുറച്ചൊന്ന് വേകണം, കാര്യം നമ്മളിനി അധികം ഇത് വേവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ അരപ്പ് റെഡിയാക്കാം. അപ്പം തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഇത് ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരയ്ക്കുക. ഓക്കെ, അപ്പം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നിരന്നുള്ള അത്രയുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കില്ല, എന്നാൽ ഒത്തിരി കുറയാനും പാടില്ല. അങ്ങനെ തേങ്ങ ഇവിടെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പടവലങ്ങയും കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും ഈ മിക്സിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു 4 to 5 minutes ഒന്ന് തിളയ്ക്കാൻ വെക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാവുന്നതാണ്, എത്ര നീളത്തിൽ വേണോ അതുമാതിരി. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നിങ്ങൾക്ക് പുളി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പുളിയുടെ പേസ്റ്റാണ്, ടാമറിൻ പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മളുടെ കറി റെഡി. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്